ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആത്മീയഗിരിസംഭൂതം രാമം ഭോനിധി സങ്കര ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 129 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് കമ്പരാമായണത്തിലെ ബാലിവധ പ്രകരണമാണ്. അത് മുഴുവനാക്കിയിട്ടില്ല. ബാലിസുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള രസകരമായ കഥകളൊക്കെ പറഞ്ഞു. വിശേഷമായിട്ട് അതിൽ ചേർത്തിട്ടുള്ള ചില കഥകൾ, അതെന്തുകൊണ്ടാണ് സപ്തസാലങ്ങളായിട്ട് ഈ മരങ്ങൾ നിന്നതും രാമൻ അത് അമ്പ് ചെയ്ത് മുറിക്കാനുള്ള കാരണം, അങ്ങനെയുള്ള മറ്റ് രാമായണങ്ങളിൽ സാമാന്യ കാണാത്ത കാര്യങ്ങളാണ്. വേറെ ഒന്ന് വിശേഷമായിട്ട് കമ്പരാമായണകാരൻ ചേർത്തിട്ടുള്ളത്, ബാലിക്ക് തന്നോട് എതിരിടുന്ന ശത്രുവിൻ്റെ പകുതി ബലം കൂടി തനിക്ക് കിട്ടുമെന്നൊരു വരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാൽമീകി പറയാത്തതാണ്. അധ്യാത്മരാമായണത്തിലോ ചമ്പൂരാമായണത്തിലോ നമ്മളത് കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കഥ പിന്നീട് വളരെ പ്രചാരം കിട്ടി. അതുകൊണ്ടാണ് പലരും രാമൻ്റെ ബാല്യവധത്തിന് ന്യായമായിട്ട്, അഥവാ താൻ മറഞ്ഞു നിന്നിട്ടാണ് ബാലിയെ വധിച്ചതെന്നുള്ളതിന് ഒരു കാരണമായി ന്യായമായിട്ട് പിൽക്കാലത്ത് ധാരാളം പറയപ്പെടുന്നതാണത്. ബാലിയോട് യുദ്ധം ചെയ്യാൻ പോയാൽ യുദ്ധം ചെയ്യുന്നയാളുടെ ബാലിയുടെ ശത്രുവിൻ്റെ ശക്തി കൂടി ബാലിക്ക് കിട്ടും. അതുകൊണ്ട് അയാളെ കൊല്ലുക അസാധ്യമാണ്. അതുകൊണ്ടാണ് രാമൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ്. പക്ഷെ ഇത് താൻ ഒളിയമ്പതിന് ന്യായമായിട്ട് രാമൻ പറയുന്നിടത്ത് വാൽമീകി രാമായണത്തിലോ അധ്യാത്മരാമായണത്തിലൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്പൻ അങ്ങനെ പറയുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഏതായാലും നേരത്തെ വാക്യമൊക്കെ നമ്മൾ ചുരുക്കി പറഞ്ഞു. ബാലി അമ്പേറ്റ് വീണു, രാമൻ്റെ ഒളിയമ്പേറ്റ് വീണു. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചതിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മാറിടത്തിൽ ഈ അമ്പ് വന്ന് തറച്ചപ്പോൾ ഇത് ആരുടെ അമ്പാണെന്നുള്ളതിനെ കുറിച്ച് വിസ്തരിച്ച് ആലോചിച്ചു. അത് കുറച്ചൊരു അയുക്തിയായിട്ടാണ് നമുക്ക് തോന്നുക. കാരണം വേറെ കുറേ പ്രാണൻ പോകുന്നുള്ള നിലയിൽ ഒരാൾ ഇത്രയൊക്കെ വിസ്തരിച്ചിട്ട് ഓരോരോ അസ്ത്രത്തിൻ്റെ പൂർവ്വചരിത്രങ്ങളൊക്കെ ഓർമ്മിക്കുമോ എന്നുള്ള സംശയമാണ്. അത് എന്തൊക്കെയാണ് വിചാരിച്ചത്? മാറിൽ തറച്ചതോ നാരായണാസ്ത്രമോ ശ്രീനായകൻ സർവലോകൈക രക്ഷകൻ നൂനാമിതൂ ചെയ്യുകയില്ല ഭക്തം പ്രിയൻ. സാക്ഷാൽ നാരായണൻ്റെ അസ്ത്രം അഥവാ ചക്രം തന്നെയാണെന്നാണ് ചില ഗ്രന്ഥങ്ങളിലുള്ളത്. എന്നിട്ട് ഈ വൈഷ്ണവചക്രം എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കഥയൊക്കെ ചില കമ്പരാമായണ ഗ്രന്ഥങ്ങളിൽ കാണാം. വിസ്തരിച്ച് പറയുന്നുണ്ട്. പണ്ട് ശിവനെ പൂജിച്ചിരുന്നു വിഷ്ണു. അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക ശിവൻ വിഷ്ണുവെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 1008 താമര പൂവുകളെ കൊണ്ടെങ്ങാനാണ് ശിവനെ അർച്ചിക്കുന്നത്. അപ്പോൾ അതിലൊരു പൂവ് ശിവൻ അപഹരിച്ചു. അത് ഈ തർജ്ജമയിൽ പറഞ്ഞിട്ടില്ല, മറ്റ് രാമായണങ്ങളിൽ കാണാം. കമ്പരാമായണത്തിൻ്റെ സമ്പൂർണ്ണ തർജ്ജമയിലൊക്കെ കാണാം. അപ്പോൾ ഒരു പൂവ് ശിവൻ അപഹരിച്ചു വെച്ചു. അപ്പോൾ വിഷ്ണു ഈ അർച്ചന പൂർത്തിയാക്കാൻ നോക്കിയപ്പോൾ ഒരു പൂവ് കാണുന്നില്ല. 1008 അല്ല 108 കാണാനില്ല. കാണാനില്ലപ്പോൾ അപ്പോൾ പരിഭ്രമിച്ചു. തൻ്റെ അർച്ചനയ്ക്ക് പൂർത്തി വരുത്താൻ വേണ്ടിയിട്ട് തൻ്റെ കണ്ണുകൾ തന്നെ കുറച്ച് അർച്ചിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പോൾ ശിവൻ പ്രസാദിച്ചിട്ട് ചക്രം കൊടുത്തു. ഈ ചക്രധാരത്തിൽ ആദ്യകാലത്ത് ശിവൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. വിഷ്ണു ഈ സുദർശനം എന്ന് പറഞ്ഞ ചക്രം പരമശിവനിൽ നിന്ന് നേടിയതാണെന്നാണ് അവിടെ കഥ. അതൊന്നും ഈ ഭാഗത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും ഇങ്ങനെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇത് സാക്ഷാൽ ഇന്ദ്രൻ്റെ വജ്രായുധമായിരിക്കുമോ? ഇന്ദ്രൻ അങ്ങനെ ചെയ്യാനിടയില്ല. ഇന്ദ്രൻ അച്ഛൻ തന്നെയാണ്, അതുകൊണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ സുബ്രഹ്മണ്യൻ്റെ വേലാണോ എന്ന് വിചാരിച്ചു. വേലച്ചാൽ അദ്ദേഹത്തിൻ്റെ ശൂലമാണ്. സുബ്രഹ്മണ്യൻ അന്യായമായൊന്നും ചെയ്യാനിടയില്ല, അതുകൊണ്ട് അതായിരിക്കില്ല എന്ന് വിചാരിച്ചു എന്നൊക്കെയാണ് കമ്പരുടെ വർണ്ണന. ഇതൊക്കെ എത്രത്തോളം അസംഗതവും അനാവശ്യമാണെന്ന് കൂടി ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പല കവികളും ഇതിഹാസങ്ങളിൽ വളരെ യുക്തിയുക്തമായിട്ട് ഏറെക്കുറെ ഒതുക്കിയും പറഞ്ഞുള്ള കഥകളൊക്കെ ഏറെക്കുറെ ആവശ്യമില്ലാത്ത ഇത് വിസ്തരിക്കുകയും പല കഥകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ട് യഥാർത്ഥ ഇതിഹാസത്തിൻ്റെ ആ ഗാംഭീര്യം പലപ്പോഴും ഇല്ലാതാക്കുകയാണ് പിൽക്കാല കവികൾ ചെയ്തത് നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഇവിടെ
കമ്പര് വർണ്ണിക്കുന്നത്. എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ്. എന്തൊക്കെയാണ് ഷൺമുഖാനോരാധ പേരാധഹീനരെ കൊല്ലുമോ, ഷൺമുഖൻ ഈ സുബ്രഹ്മണ്യജിയില്ല, ഇന്ദ്രൻ്റെ വജ്രമോ, കാരണം ഇന്ദ്രൻ തൻ്റെ മകനായ എന്നെ കൊല്ലില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. ഇങ്ങനെ വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ എന്താണ്, ഈ അസ്ത്രത്തിൻ്റെ മേലെ രാമനാമം കാണാനുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കാം, ആരുടെ അസ്ത്രമാണ് ഒന്ന് വീണെന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ രാമനാമം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രീരാമൻ തന്നെയാണ് മനസ്സിലായപ്പോൾ പിന്നെ രാമനെ പറ്റി വിചാരിക്കുകയാണ്, അദ്ദേഹം യോഗ്യനായിരിക്കുന്ന ആളാണ്. ത്രൈലോക്യവാസികൾ തന്നെ ജീവനച്ചേലോട് വർണ്ണദ്വയമിതു ശോഭിപ്പൂ. ഈ രാമശബ്ദം രണ്ടക്ഷരമുള്ളതാണല്ലോ, അത് ലോകത്ത് കേമമാണ്. രാമമന്ത്രത്തെ ജപിക്കുന്ന മാനുഷനാമയം തീർന്നു ജനനാമരളമാം സാഗരവാരം നടക്കുന്നു തൂവിന. ഒരു ക്ലേശമില്ലാതെ സംസാരമാകുന്ന സാഗരം കടക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഈ താരകമന്ത്രമാണ് ഈ രാമനാമം എന്നൊക്കെ ആ കിടന്ന കിടപ്പിൽ വാലി വിചാരിച്ചു. ഇതൊക്കെ അറിയുന്ന വാലി എന്ത് ചെയ്തു, വന്നിട്ട് രാമനെ കുറേ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് കമ്പന പറഞ്ഞത്. ഇവിടെയൊക്കെ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാമൻ സാക്ഷാൽ ജഗദീശ്വരനാണ്. അദ്ദേഹത്തെ സ്മരിക്കുന്നതും വണങ്ങുന്നതും മോക്ഷത്തിന് ഹേതുവാകുന്നൊക്കെയാണ് ഇവിടെ കവി പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ബാലി വിചാരിച്ചതിന് ശേഷം ബാലി പിന്നെ തൻ്റെ നേർക്ക് ഒളിയമ്പേനെ ഭർസിക്കുകയും രാമനെ നിന്ദിക്കുന്ന പോലെയൊക്കെ പറയുകയും ചെയ്യുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നതാണ്. പ്രാണപ്രയാണ സമയത്തെനിക്കിതു കാണുവാൻ ഭാഗ്യമുണ്ടായതു ആർക്കിലോ. മരണസന്നായിരിക്കുന്ന എനിക്ക് ഈ രാമബാണങ്ങൾ കാണാനും രാമനെ വിചാരിക്കാനും സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടതിന് ശേഷം എന്ത് ചെയ്തു, കുറേ വിപരീത അഭിപ്രായങ്ങൾ രാമൻ അടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് പറഞ്ഞു, രാഘവ നീരം ഉൾക്കൊണ്ടൊരു നീലമമ്മേഘമധു പോലെ കോമള മന്ദവാരൂപം വികസിതാചാരു സരോജനുഖ ശോഭീവദേനം വിഭാതിതാപാവഹം. രാമ കാർമേഘം പോലെ കടുത്ത മനോഹരമായ അങ്ങയുടെ രൂപം എല്ലാ തരത്തിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് എന്നൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് പറയുകയും ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, നീ ഹേതു കൂടാതെ എന്നങ്കേ, ഒരു കാരണമില്ലാതെ നീ എൻ്റെ ശരീരത്തിലേക്ക് അസ്ത്രം പ്രയോഗിച്ചല്ലോ, വലിയ കഷ്ടമായി പോയി. ഇനി രാവണനെ നേരിടാനാണെങ്കിൽ സുഗ്രീവനേക്കാൾ നല്ലത് ഞാനായിരുന്നു. രാവണൻ ജാനകി ദേവിയെ കഷ്ടതീനി വാനരേന്ദ്രനോ ചാകേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ബാലി ചോദിച്ചത്. ഈ രാവണൻ സീതയെ കഷ്ടമായിപ്പോയി, അത് ഞാനാണോ കൊല്ലപ്പെടേണ്ട ആൾ, അത് എന്നോടാണോ വീര്യം കാണിക്കേണ്ടതെന്നൊക്കെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നൊക്കെ വിരുദ്ധമായൊരു വാക്കായിട്ടാണ് നമുക്ക് തോന്നുക. രാമനെപ്പറ്റി ഇത്രയോ ഭക്തിയും രാമൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഇത്ര ബോധ്യമുള്ള ഒരാൾ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമോ? പക്ഷെ കവിക്ക് ആരും ശങ്കയില്ല. കവി വളരെ ദീർഘമായിട്ട് തന്നെ രാമനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ബാലിയൊക്കെ കൊണ്ട് പറയിക്കുകയാണ്. ബാലി പറഞ്ഞു, ഏതായാലും ജീവിതം വലിയ കഷ്ടമായി പോയി എന്ന് മാത്രമല്ല, രാമന് മാത്രമല്ല രാമൻ്റെ കുടുംബക്കാരെയും രാമൻ്റെ വംശമായ സൂര്യവംശ രാജാക്കന്മാരെയും കൂടി അധിക്ഷേപിക്കുന്നുണ്ട്. ആ വരികളൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. ചോദിച്ചതെന്താ വെച്ചാൽ, പണ്ട് നിങ്ങളുടെ കുലത്തിൽപ്പെട്ട ആളായിരുന്നു ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രൻ്റെ രാജ്യം മുഴുവൻ ദാനമായി കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു. വലിയ കഥകളാണ്, അതൊന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല. ഇതിൻ്റെ ചുരുക്കം മാത്രം ആലോചിച്ചാൽ മതി. എന്നിട്ട് പിന്നീട് രാജ്യം സ്വീകരിച്ചുവല്ലോ അങ്ങനെയുള്ള ചില ദോഷാരോപണങ്ങളൊക്കെ. ഇത് മാത്രമല്ല, നിൻ്റെ അച്ഛനായ ദശരഥൻ പണ്ട് ഇരുട്ടത്തമ്പ ചെയ്തിട്ടൊരു താപസകുമാരനെ കൊന്നുവല്ലോ. അത് പ്രസിദ്ധമായ കഥയാണ്. അയോധ്യാകാണ്ഡത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. താപസകുമാരനെ ഇതുകൊണ്ടാണ് ആ താപസകുമാരൻ്റെ പിതാവ് നീ പുത്രദുഃഖം കൊണ്ട് മരിക്കട്ടെ എന്ന് ദശരഥനെ ശപിച്ചു എന്നുള്ളത് എല്ലാ രാമായണങ്ങളിലും ഉണ്ട്. അതൊക്കെ വിസ്തരിച്ചിട്ടാണ് ഇവിടെ വാലി പറയുന്നത്. അപ്പോൾ നിൻ്റെ അച്ഛൻ തന്നെ ഇങ്ങനെ അപകടം ചെയ്യുന്ന ആളാണ്, കുടുംബക്കാർ പണ്ട് എങ്ങനെയായിരുന്നു നോക്കിയാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ഈ ഭക്തിഭാവവും ഇപ്പോൾ പറയുന്ന ഈ വാക്കും തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കാന്ന് പറയാൻ വിഷമമാണ്. നമ്മളെ കവികൾ ചിലർക്ക് എങ്ങനെയാണ് ഒന്ന് പറയാൻ കിട്ടിയാൽ അതിനെ അങ്ങേയറ്റം വിസ്തരിക്കും. ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതുമായിട്ട് വേണ്ടത്ര ബന്ധമുണ്ടോ എന്ന് വിചാരിക്കാതെയാണ്. നീ ഹേതു കൂടാതെ എന്നെങ്കെ ശരപ്രയോഗം ചെയ്തതു, ഈ മാംസം കൊതിച്ചതു ചെയ്തതെന്നാകിലോ ശംസിച്ചിടന്തവാ കർമ്മണി കാരണം ഭക്ഷണയോഗ്യമല്ലെന്നതോ സമ്മതം. നീ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ കൊന്നെങ്കിൽ വാനരമാംസം അഭക്ഷ്യമാണെന്ന് അറിയാലോ എന്നൊക്കെ അത് ഒരുവിധെല്ലാ രാമായണത്തിലുള്ളത് തന്നെയാണ്. ഇങ്ങനെ കുറേ പറഞ്ഞു. സൂര്യകുലത്തിനു പങ്കമുണ്ടാക്കുവാൻ നീയൊരുത്തൻ വന്നു ജാതനായി നിർഭകൻ എന്നൊക്കെയാണ്.
രാമ, നീ ഈ സൂര്യവംശത്തിന് ദുഷ്പേരുണ്ടാക്കാൻ വന്ന് ജനിച്ചവനാണ്. ഇതിനെപ്പോലുള്ള ആളുണ്ടാക്കി കഴിഞ്ഞാൽ കുലത്തിന് അപമാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നാണമില്ലാത്ത ക്ഷോണിൻ്റെ ധർമ്മങ്ങൾ നാലുണ്ടതിൽ വിസ്തരിച്ചിട്ട് ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഉപദേശിക്കും. ഇതൊക്കെ മരണാസന്നായി കിടക്കുന്ന ഒരാളാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് പോകണം. ഇത്രയൊക്കെ ദീർഘമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് പറഞ്ഞാൽ രാജാക്കന്മാരുടെ പ്രഥമമായ ധർമ്മം രാജ്യഭാരം ചെയ്യുക, പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നീ അത് ചെയ്തില്ല, നീ കാട്ടിലേക്ക് വരികയാണല്ലോ ചെയ്തത് എന്നൊക്കെയാണ് വാലി പറയുന്നത്. ക്ഷോണീധർമ്മങ്ങൾ, ഭൂമിയോട് ചെയ്യുന്ന ധർമ്മങ്ങളൊന്നും രാജാവുകളൊക്കെ നീ ചെയ്തില്ല. പിന്നെന്ത് ചെയ്തു? ധനം വേദപാരംഗതനായി ജനം അവ്യാജൻ ദീപുവോട് ചെയ്വതും. എന്നിട്ട് നീ വലിയ ശസ്ത്രധരനാണ്, വില്ലാളി വീരനാണെന്നുള്ള വെച്ചിട്ട് വ്യാജം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ ക്ഷത്രിയധർമ്മങ്ങൾ രണ്ടു നാളെല്ലാം പ്രസിദ്ധമായിട്ടുള്ളതൊന്നും നീ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. ധനം വേദപാരംഗതനായി അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നീ വേദോക്തമാകിയ ആ ധർമ്മങ്ങൾ 30 നീതിയോടെ 2 ആചരിക്കുന്നതും. പിന്നെ വേദങ്ങളിൽ പറഞ്ഞ 30ഓളം ധർമ്മങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഭാഗവത്തിലൊക്കെ കാണാം. സാമാന്യ ധർമ്മങ്ങളുണ്ട്, അതൊന്നും നീ ആചരിക്കുന്നില്ല. അതുകൊണ്ട് നീ ശ്രീമന്തപുത്രനായി പങ്ക്തിരഥന്നു നീ രാമ, ജനിച്ചതെന്നാകലും രാജ്യത്തെ രക്ഷിപ്പതിന് കഴിവ് കൂടാതെ ഉപേക്ഷിക്കയാൽ. നിനക്ക് രാജ്യം ഭരിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് നീ അയോധ്യ വിട്ടു പോകുന്നത്. അപ്പോൾ നിനക്ക് യാതൊരു രാജധർമ്മവും ഇല്ലാന്നൊക്കെ കലശലായിട്ട് ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, വൃക്ഷഖണ്ഡം മറഞ്ഞവേ കൊന്നതുകൊണ്ടു ദ്വിതീയമാൻ ധർമ്മവും. സത്യവും നീതിയൊന്നും നീ പാലിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് യോജിച്ചതാണോ? എനിക്കാണ് ചോദിച്ചത്. നാണവും കെട്ടു, നമുക്ക് സംഗതിക്കാര മലയാള തർജ്ജമക്കാരൻ എഴുതിയിട്ടുള്ളത്, നാണവും കെട്ടു നീ ചണ്ടാലനെ പോലെ നിത്യം അലഞ്ഞ് അങ്ങും ഇങ്ങും. നീ ഗതിയില്ലാത്തവനെ പോലെ ഇവിടെ അലയാണ്. ക്ഷത്രിയ രാജകുമാരനാണെന്നൊക്കെയാണ് ഭാവം. പക്ഷേ ഇങ്ങനെ നടക്കുകയാണ്. നീതിയില്ലാതെ ഞാൻ കർമ്മം എന്തെങ്കിലും ചെയ്തതായി. പിന്നെ സ്വന്തം കാര്യം പറഞ്ഞു. നീ എന്നെ കൊന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ, ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടില്ല, കൊല്ലപ്പെടുന്ന ഉറപ്പാണ്. അവൾ പറയുകയാണ്, നീ എന്നെ വധിച്ചത് എന്ത് കാരണത്താലാണ്, ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിൻ്റെ വിചാരം എന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാമൻ്റെ കുടുംബത്തെ ഈ കാര്യമൊക്കെ കുറേ ശകാരിച്ചു എന്ന് പറഞ്ഞു. വാലി മരിച്ചാൽ ജനകാത്മജാപോയ മാലകന്നീടുമോ രാഘവ എന്ന് വീണ്ടും പറഞ്ഞു. എടോ, നിൻ്റെ ഭാര്യ ഒരാൾ അപഹരിച്ചു, അതിനൊക്കെ ദുഃഖം ഉണ്ടാവും, സാധാരണയാണ്. പക്ഷെ അതിന് എന്നെ കൊല്ലുകയാണോ വേണ്ടത്? ഇങ്ങനെയൊക്കെ വളരെ ലൗകികമായ നാടന്മാർ പറയുന്നത് പോലെയുള്ള കുറേ ശകാരങ്ങളാണ് വാലിയെ കൊണ്ട് കമ്പൻ പറയിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ രാമൻ പറഞ്ഞു പോലും, കുറ്റേമ വേരെന്നു ചൊല്ലുവാൻ ചൊല്ലുന്നവനൊരു ചുറ്റും കുറവൂ പെടാത്തവനാകണം. അതേ വാലി, നീ പറയുന്നതൊക്കെ നിനക്ക് പറയാൻ അർഹത ഉണ്ടാവണമെങ്കിൽ നിനക്ക് കുറ്റമില്ലാണ്ടിരിക്കണം. നീ ധാരാളം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നീ കാര്യമായിട്ട് മദ്യപാനിക്കായി നടന്നയാളാണ്. ആരോ എനിക്ക് എതിരില്ലെന്ന ചിന്തയാ ഭാരം മതിച്ചു നടന്നു. എനിക്ക് എന്നെ എതിരിടാൻ ആരുമില്ല എന്നുള്ള ആ കായിക ശക്തി വിചാരിച്ച് നീ അഹങ്കരിച്ച് നടക്കുകയാണ് ചെയ്തത്. ആ സുഗ്രീവൻ നിന്നോട് യഥാർത്ഥത്തിൽ എന്തൊരു തെറ്റാണ് ചെയ്തത്? എന്തിനാണ് നീ അവനെ മുഖാമുഖത്താൾ കാത്തു നിന്ന് നീ പറഞ്ഞിട്ടാണ്. നീ ചോര വരുമെന്ന് പറഞ്ഞ് എന്നിട്ട് പോയതുകൊണ്ടാണ്, ചോര വന്നുകൊണ്ടാണ് ആ സുഗ്രീവൻ ഇത് അടച്ചു കളഞ്ഞത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക നീ എന്തിനത് ചെയ്തു എന്നാണ്. അതല്ല, ഈ കമ്പരാമായണത്തിൽ ബാലിയും മായാവിനും തമ്മിലുള്ള യുദ്ധം, വാൽമീരാമായണത്തൊക്കെ കഷ്ടിച്ചൊരു പക്ഷത്തോളം 1 മാസത്തോളം നോക്കിയാണ് പല രാമായണത്തിനുള്ളത്. ഇവിടെ പറഞ്ഞ 14 കൊല്ലം യുദ്ധം ചെയ്തു എന്നാണ്. 14 കൊല്ലം കഴിഞ്ഞിട്ടും ഇയാൾ ഗുഹയിൽ നിന്ന് തിരിച്ചു വരാത്ത കണ്ടപ്പോഴാണ്, ചോര വന്ന് കണ്ടപ്പോൾ സുഗ്രീവൻ ആ ഗുഹാദ്വാരം അടച്ചു കളഞ്ഞതാണ്. ഇങ്ങനെ പല രാമായണകാരന്മാർ അതിശയോക്തിയും ഒക്കെ ആയിട്ട് കഥ എത്ര വ്യതിചലിപ്പിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഏതായാലും നീ അത് ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്തു. പിന്നെ നീ എന്ത് ചെയ്തു? അനുജൻ്റെ ഭാര്യയെ സ്വീകരിച്ചല്ലോ. നീയോ മഹാദുർമദാന്ധനായ അനുജൻ്റെ ഭാര്യയെ കൈക്കൊണ്ട പാതകീയല്ലയോ, അതുകൊണ്ടാണ് നിന്നെ കൊന്നതെന്ന്. ഇതിൽ പറഞ്ഞു, നീ യഥാർത്ഥത്തിൽ ചിത്രവധത്തിന് പലതരത്തിലും പാപം ചെയ്തവനാണ്, നീയൊക്കെ വധിക്കപ്പെടേണ്ടവനാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്തിനാണ് എന്നെ മറന്നു തോന്നുന്നതെന്ന് ചോദിക്കാൻ. അതിനും രാമൻ മറുപടി പറഞ്ഞു, കൺകളിൽ ഭവാനെ എപ്പോഴേ വന്നു അംഘ്രികളിൽ ശരണം ഗമിച്ചിടുമേ. അതിന് രാമൻ രസകരമായൊരു കാര്യമാണ് പറഞ്ഞത്. നീ എന്നെ ആദ്യം കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ
ഭാര്യയോട് പറയാണ് രാമൻ, നീ എൻ്റെ കാൽക്കൽ വന്നിട്ട് അഭയം യാചിക്കും. അഭയം യാചിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊല്ലാൻ വിഷമാണ്. നീ പാതകം ചെയ്തവനാണ്, നിന്നെ കൊല്ലേണ്ടതാണ്. അപ്പോൾ നീ എന്നെ കണ്ടു, ഞാൻ നേരിട്ട് ആയുധം പ്രയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നീ എൻ്റെ കാൽക്കൽ വന്ന് വീണ് അഭയം യാചിക്കും. അഭയം യാചിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ വിഷമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന്. ഇങ്ങനെ എന്തൊക്കെ ന്യായങ്ങളാണ് നോക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഭാര്യ തൻ്റെ വാഗ്വാദങ്ങൾ അവസാനിപ്പിച്ചു. എന്നിട്ട് തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു എന്നാണ്. പാകാരിപുത്രൻ തൊഴുതുര ചെയ്തു ഞാൻ അറിയാതെ അധിക്ഷേപങ്ങൾ ചെന്നതു മാനവീര മനെ സ്വീകരൂതല എന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ അങ്ങ് ക്ഷമിക്കേണ്ടതാണ്. എൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇതാ എൻ്റെ ഈ മകൻ വേണ്ടത്ര പ്രായപൂർത്തി ഇല്ലാത്തവനാണ്, അംഗതനങ്ങ് വേണ്ട പോലെ രക്ഷിക്കണം എന്നൊക്കെ വീരമാനത്തേക്കുള്ളവല്ല പറയുകയും ചെയ്തു. ചാകുന്ന നേരത്തു നിനച്ചെന്തിനു വേകുന്നു മാനസം ഞാൻ പാവിയല്ലയോ അവർ സങ്കടപ്പെട്ടു. എന്നുടേ നന്ദനൻ ബാലകൻ അംഗതൻ തന്നോട് കാരുണ്യം ഉണ്ടായി വരേണമേ ഒക്കെ പറഞ്ഞു. അപ്പോൾ രാമനാകട്ടെ ഭാര്യ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖേദിയായി ഏതും കുമാര നീ ഞാൻ ആദിനാഥന് നൽകിയിടുന്നു അമൃതം പറഞ്ഞു ഈ താരയും വേണ്ട പോലെ ആശ്വസിപ്പിച്ചു. അവിടെയും നേരത്തെ നമ്മൾ ഈ അധ്യാത്മനമാണ് കിളിപ്പാട്ടിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ഭർത്താവ് ജീവനാണോ ദേഹമാണോ എന്നുള്ള ന്യായങ്ങളൊന്നും രാമൻ പറഞ്ഞായിട്ട് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അതിനിടയ്ക്ക് വേറെ രസം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാലി മാപ്പൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എൻ്റെ അമ്പ് പിൻവലിക്കാം, ചായച്ച അമ്പ് പിൻവലിക്കാനൊക്കെ. അവർക്ക് ഈ മന്ത്രശക്തി കൊണ്ട് കൂടിയാണ് അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് മരണത്തിന് ഹേതുവാകത്തക്ക രീതിയിൽ ഞാനിത് പിൻവലിക്കാമെന്ന് പറഞ്ഞു പോലും. അപ്പോൾ വാലി പറയുന്നത് രസമാണ്. വാലി പറഞ്ഞത് ശ്രീരാമനണ്ട കാരുണ്യം ഒന്നിനാൽ 86 സഹസ്രം സമാകളി കുംഭിനി പാലനം ചെയ്തു കവീന്ദ്രനായി. ഞാൻ 86,000 കൊല്ലം രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്നാണ് വാലി പറയുന്നത്. അവിടെ എനിക്ക് രാജ്യത്തിനൊന്നും മോഹമില്ല, അതുകൊണ്ട് അങ്ങ് അമ്പ് പിൻവലിക്കൊന്നും വേണ്ട, ഞാൻ ചത്തോളാം ഞാൻ. ഇതൊന്നും വേറെ രാമായണകാരന്മാർ പറയാത്തതാണ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ 86 സഹസ്രം 86,000 കൊല്ലം ഞാൻ രാജ്യം ഭരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്തിനൊന്നും യാതൊരു മോഹമില്ല. അതുകൊണ്ട് ബാണവും തൃക്കൈകൾ കൊണ്ട് പറിച്ചു മൽപ്രാണൻ ഗമിക്കാനും ഗമിച്ചിടണം. അതുകൊണ്ട് ഹസ്തം പിൻവലിക്കൊന്നും വേണ്ട, തറച്ച ഹസ്തം ഊരിയെടുക്കുന്നതോട് കൂടിയിട്ട് ചോര വാർന്നയാൾ മരിക്കും, അത് ചെയ്യട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം രാമരാമേതി ജപിച്ചു വൈകുണ്ഠമാൻ സാമ്രാജ്യമാണെന്നോ സുഖിച്ചു വാണിയുടെ ഞാൻ ഇങ്ങനെ ബാല്യം നമ്മളെ വാഗ്വാദം ചെയ്ത് താരയെ ആശ്വസിപ്പിച്ചു. ബാല്യ മരിച്ചു, അത് സ്വർഗരാജ്യം തന്നെ പോയി എന്നാണ്. അതിനുശേഷം സുഗ്രീവനോട് രാമൻ ഈ ഭാര്യയുടെ ശവസംസ്കാരക്രിയകൾ ചെയ്യാൻ പറഞ്ഞു. താരകമന്ത്രമൊക്കെ ഉപദേശിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ മഴക്കാലമാണ്, മഴക്കാലം കഴിഞ്ഞതിന് ശേഷം സീതാന്വേഷണം നടത്താമെന്നുള്ള ഒരു ധാരണയിൽ രാമൻ ശിവമുഖാചലത്തിൽ ഗുഹേനെടുത്ത് വസിച്ചു. അദ്ദേഹം നഗരത്തിലോ ഗ്രാമങ്ങളിലേക്കൊന്നും പ്രവേശിക്കില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ട് സുഗ്രീവനാകട്ടെ അഭിഷിക്തനായി ബാലന്മാർക്ക് കൂടിയിട്ട് സുഗ്രീവൻ ബാലിക്ക് ശേഷം സുഗ്രീവൻ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രചരണം അവസാനിപ്പിക്കുന്നത് കമ്പർ. ഇനി നമ്മൾ തുളസീദാസ് രാമായണത്തിലേതും സാമാന്യം കാണാം. തുളസീദാസ് രാമായണത്തിൽ വലിയ വ്യതിയാനങ്ങളൊന്നും തുളസീദാസൻ വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാമചരിത മാനസത്തിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറേ ഗംഭീരമായി വർണ്ണിക്കുന്നുണ്ട് എന്നേ മാത്രമേ ഉള്ളൂ. ഈ രാമ ലക്ഷ്മണന്മാർ പമ്പാതടത്തിലൂടെ നടന്നു വരുന്ന കണ്ടപ്പോൾ ബാലി സുഗ്രീവൻ ബാലിൻ്റെ കിങ്കന്മാരാണോ വരുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനോട് ആവശ്യപ്പെടുന്നു. ഹനുമാൻ അവിടെ ചെന്നിട്ട് അവരെ തൊഴിൽ നമസ്കരിച്ച് കേമാൻ സ്തുതിക്കുന്നതും ഒക്കെ അതേപോലെ എല്ലാ രാമായണങ്ങളിലും പോലെ ഉണ്ട്, കുറച്ച് അധികം വിസ്തരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് സാക്ഷാൽ ജഗദീശ്വരനായ ഭഗവാൻ തന്നെ നിറഞ്ഞിട്ടുള്ള മട്ടിലാണ് ഈ ബാലി പറയാൻ ഹനുമാൻ പറയുന്നതൊക്കെ. അതുകൊണ്ട് പറയുന്നു, സുജനുനുത കാൺമീലമായ വിമുക്തിക്കു ഭജനവിധിയല്ലാതെ മറ്റു ഞാൻ രാമനെ സ്തുതിക്കുന്നുണ്ട്. രാമ അങ്ങേ വന്നിക്കുന്നത് മാത്രമാണ് ഈ സംസാര ദുഃഖത്തിൻ്റെ അറുതി വരാനുള്ള കാരണം, അതുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു പോലും. അവർ തങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധിയിൽ കൊണ്ടുവന്നു, അവർ തമ്മിൽ സഖ്യം ചെയ്തു. ഇതിനൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായില്ല എന്ന്. പക്ഷേ എന്താ വെച്ചാൽ ഭക്തി പ്രകർഷം കൂടുതലാണ് തുളസീദാസന്. ഈ സുഗ്രീവൻ രാമനെ കണ്ടപ്പോൾ തന്നെ സുജനപതി രാമനെ ദർശിച്ച വേളയെ നിജവിറവിധന്യമെന്നോർത്തു സുഗ്രീവനും തൻ്റെ ജന്മം തന്നെ സഫലമായെന്ന് സുഗ്രീവന് തോന്നിയ അദ്ദേഹം സ്തുതിക്കുകയും ചെയ്തു. അതിനുശേഷം വാൽമീകി രാമായണത്തിലൊക്കെ കാണുന്ന പോലെ
അങ്ങയുടെ ഭാര്യയുടേതാണെന്ന് അറിയില്ല. ഈ ആഭരണങ്ങൾ എന്നുകൊണ്ട് ആഭരണങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ കഥകളൊക്കെ അതിലുണ്ട്. അതിനുശേഷം ബാലി സുഗ്രീവന്മാർ തമ്മിലുള്ള കലഹത്തിന് കാരണങ്ങളൊക്കെ പറഞ്ഞു. അവിടെ കമ്പരാമായണത്തിലുള്ള ഈ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു വ്യത്യാസം, ഒരു കാര്യം പറയുന്നത്, മായാവിയായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബാലി ഗുഹയ്ക്കുള്ളിൽ പോയപ്പോൾ പറഞ്ഞത്, അമരുക ഗുഹാമുഖത്തേകപക്ഷത്തോളം അമവരവ് കാത്തു നീ സുഗ്രീവ നിർഭയം എന്ന് പറഞ്ഞതാണ്. അതൊരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്. 15 ദിവസം കാത്തു നിൽക്കണമെന്നേ അവിടെ ബാലി പറയുന്നുള്ളൂ. അല്ല, ചോരനെ പറ്റി പറയുന്നില്ല. ഇനി അതിനിടയ്ക്ക് ഞാൻ വന്നില്ലെങ്കിലോ, അതിനിടയിൽ ഞാൻ എത്തിയില്ലെങ്കിലോ മൃതിവസകന എന്ന് ചിന്തിച്ചു കൊള്ളണം. ഒരു 15 ദിവസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി എന്നാണ്. അവിടെ രക്തം വരുന്ന കാര്യമോ പാല് വരുന്ന കാര്യമോ ഒന്നും പറഞ്ഞില്ല. യഥാർത്ഥ വാൽമീകി രാമായണം നമ്മൾ കണ്ടു. ഇത്ര ദിവസം നിൽക്കണം എന്നൊരു വ്യവസ്ഥയല്ല ബാലി പറഞ്ഞത്. ഇവിടെ ഞാൻ വരുന്നോളം ഇവിടെ കാത്തു നിൽക്കാനാണ്. അത് കൂട്ടാക്കാതെയാണ് സുഗ്രീവൻ വന്നതാണ്. സുഗ്രീവന് ചെറിയ കളങ്കം അതിലുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് 15 ദിവസത്തേക്ക് നിൽക്കാനാവും. 15 ദിവസം കഴിഞ്ഞാൽ സുഗ്രീവന് സ്വാഭാവികമായിട്ടും ജ്യേഷ്ഠനെ അവിടെ വിട്ടുവരാം. അപ്പോൾ ആ ന്യായമാണ്. കമ്പരാമായണക്കാരനൊക്കെ ചെയ്തത് രക്തം വരുന്നേണ്ട ഞാൻ മരിച്ചു എന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞു. മായാവിയുടെ മായ കാരണം രക്തമാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് സുഗ്രീവൻ വന്നത്. അപ്പോൾ സുഗ്രീവന് അതിലൊന്നും കളങ്കമില്ല എന്നാണ്. പക്ഷെ വാൽമീകി രാമായണം സൂക്ഷ്മമായി നോക്കുമ്പോൾ നമുക്ക് കണ്ട് തോന്നില്ല. കാരണം ഇത്ര ദിവസം ഇവിടെ കാത്തു നിൽക്കണമെന്നല്ല ബാലി പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുമ്പോൾ ഇവിടെ നിൽക്കാനാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അർത്ഥം. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു പക്ഷം 15 ദിവസം നിൽക്കാനേ ഏട്ടൻ പറഞ്ഞുള്ളൂ. പക്ഷേ എന്ത് ചെയ്തു സുഗ്രീവൻ? 20 പകലും അഗ്രജൻ ആയുസ് നേർന്നുകൊണ്ട് ഒരു നെടിയ മാസം പ്രതീക്ഷിച്ചു നിന്നു ഞാൻ. ഏട്ടൻ 15 ദിവസം നിൽക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഏട്ടൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മാസം കഴിഞ്ഞതാണ്. എന്നിട്ടും വരാത്ത കണ്ടപ്പോഴാണ് താൻ ഗുഹാമുഖം കടത്തി അറിഞ്ഞതാണ്. ഇങ്ങനെ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ സങ്കടങ്ങൾ കേട്ടപ്പോൾ പ്രഭുവായ രാമൻ പറഞ്ഞു, ഞാൻ ബാലിയെ കൊന്നുകൊള്ളാം, നീ പരിഭ്രമിക്കണ്ട. നിശിതശരമൊന്നിനാ നിഗ്രഹിക്കും ദൃഢം കമലഭവരുദ്രരെ ചെന്നാശ്രയിക്കലും കവിവരന് കാക്കുവാനാവില്ല ജീവിതം. ഞാൻ അയാളെ കൊല്ലുന്നുണ്ട്. ഇനി സാക്ഷാൽ വിഷ്ണുവോ പിന്നെ രുദ്രനോ വന്നാൽ പോലും അയാളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ സങ്കടപ്പെടരുത്. കരുതുകസഖേയം ഇത്ര ദുഃഖത്തിലാർക്കില്ല കരുണയപ്പാവിയെ കാൺമതേ പാതകം. നമ്മൾ സഖ്യം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സുഹൃത്തുക്കളാണ്. നിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു പാപിയായി തീരുന്നുകൊണ്ട് ഞാൻ നിൻ്റെ ദുഃഖത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ യുദ്ധത്തിന് വിളിച്ചു. ആദ്യത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ ആകപ്പാട് അവശനായി തിരിച്ചു വരേണ്ടി വന്നു. രാമനോട് കുറേ പരിഭവം പറഞ്ഞു. രാമൻ പറഞ്ഞു, എനിക്ക് ആളെ മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പുഷ്പമാലിന്യം ചാർത്തി. അവിടെ ഗജപുഷ്പമാല എന്നും പ്രത്യേകം പറയുന്നില്ല. വീണ്ടും യുദ്ധത്തിന് പോയി. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളതുപോലെ തന്നെ താര തടയാൻ നോക്കി. പക്ഷെ താരയുടെ തടസ്സവാദങ്ങളൊക്കെ എതിർത്തുകൊണ്ടാണ് ബാലി വീണ്ടും യുദ്ധത്തിൽ വന്നു. അപ്പോൾ രാമൻ മരം മറിഞ്ഞ് എന്നിട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമുള്ള ഭാഗങ്ങളിലൊക്കെ ഭക്തിഭാവങ്ങളാണ് അദ്ദേഹം വർണ്ണിച്ചത്. സാക്ഷാൽ ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്തുതിച്ചു നോക്കിയാൽ. കരുണയുടെ സ്വൽപ്പമേ നിൻ പദം കാണുവാൻ കഠിനതപമാചരിക്കുന്നു തപസ്വികൾ. ഹരിയതപനാമം ജപിച്ചുകൊണ്ടല്ലയോ പരമശിവനേകുന്നു ഭക്തർക്കു മോചനം. അതുവിധമഗമ്യനാം ദേവദേവ ഭവൻ കരുതുക കുതുകമരുളുന്നിതൻ കണ്ണുകൾക്കിന്നിതാ എന്നൊക്കെ അവര് പറഞ്ഞത്. എനിക്ക് അങ്ങനെ കാണാൻ സാധിച്ചല്ലോ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മഹർഷിമാർ ആയിരക്കണക്കിന് അവിടെ എനിക്ക് നന്മയുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ. പിറവി പലതും ഉണ്ടെനിക്കാ ഇതിലെപ്പോഴും നിറയുമൊരു നിൻ പാദഭക്തി വാഞ്ചിപ്പു ഞാൻ. എനിക്ക് ഇനി ജന്മം ഉണ്ടായിന്ന് വരാം. അപ്പോഴൊക്കെ ജന്മജന്മാന്തരങ്ങളിൽ അങ്ങയുടെ പാദങ്ങളിൽ ഇനി ഭക്തി ഉണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിച്ചു ഞാൻ. അപ്പോഴേക്ക് താര വന്നു. താരയും രാമനോട് ഉപദേശിച്ചു. താര കുറേ കാര്യമൊക്കെ ചെയ്തു. ധരണി മരുതജ്ഞാതി പഞ്ചഭൂതങ്ങളാൽ പരിരചിതമീ ദേഹമത്യന്ത നീരമം. ആധ്യാത്മിക ഉപദേശാൻ ഭർത്താവ് മരിച്ചു കിടക്കുന്ന ആ താരയോട് പറയുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ശരീരം. ശരീരം അത്യന്തം ചഞ്ചലമാണ്, നീചമാണ്. തറയിലിക നിശ്ചേഷ്ടമായി കിടപ്പത വിറകുതടി പോലുള്ള മെയ്യാണു കൺകനി. തനിവിധി വെടിഞ്ഞൊരജീവനോ നിത്യനാം തരളത കലർന്നു നീ കേടുന്നതെന്തിനായി. ശരീരത്തെക്കുറിച്ചാണ്. ശരീരം ഇവിടെ ഉണ്ടല്ലോ.
ഈ ദുർബലമായ ശരീരത്തെക്കുറിച്ച് നാളെ ചീഞ്ഞളിഞ്ഞു പോകുന്ന ശരീരത്തെക്കുറിച്ചാണോ നീ ദുഃഖിക്കുന്നതെന്ന് ഉപദേശിച്ചെന്നാണ്. അതൊക്കെ അധ്യാത്മരാമായണത്തിലും കിളിപ്പാട്ടിലൊക്കെയുള്ള സമ്പ്രദായത്തിലാണ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അരിയഗിരിജയകൾക്കലീലാവിശാരദൻ പരമപതിഭാവോലാടിപ്പു നമ്മളെ. അത് പരമശിവൻ പാർവതിയോട് പറയുന്നതാണ്. പാർവതിയോട് കഥ പറയുന്ന രീതിയിലാണ് തുളസിദാസരാമായണമുള്ളത്. അതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ മായകളൊക്കെ ചെയ്തു. അതിനുശേഷം ചിതയിലതൻ പൂർവജാതനാം ബാലിതൻ മൃതതനു ദഹിപ്പിച്ചു സുഗ്രീവനാദരാൽ. സുഗ്രീവൻ വേണ്ടതുപോലെ പിതൃക്രിയകളൊക്കെ ചെയ്തു. ബാലിക്ക് ശേഷം സുഗ്രീവനാളുടെ അഭിഷേകം ചെയ്തു. അതൊക്കെ പറഞ്ഞിട്ട് ആണ് ആ പ്രകടനം അവസാനിപ്പിച്ചത്. എന്നിട്ട് പ്രവർഷണ പർവ്വത്തിൽ മഴക്കാലം കഴിയുന്നത് വരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. 4 മാസം മഴക്കാലമാണ്. മഴക്കാലത്ത് സീതയെ അന്വേഷിക്കാൻ പോകാൻ വാനരന്മാർക്ക് വിഷമാണ്. അത് കഴിഞ്ഞതിന് ശേഷം സീതാന്വേഷണത്തിൽ വാനരന്മാരെ അയക്കാമെന്നുള്ള ധാരണയിൽ രാമൻ ലക്ഷ്മണനോട് കൂടി ആ പർവ്വത പ്രദേശത്ത് ഒരു ഗുഹയിൽ കഴിഞ്ഞു. സുഗ്രീവനാകട്ടെ കിഷ്കിന്ധയിൽ പോയിട്ട് വാനരാധിപതിയായി സസുഖം വാഴുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകടനം അവസാനിപ്പിച്ചത്. അപ്പം നമ്മൾ സാമാന്യമായിട്ട് പ്രസിദ്ധങ്ങളായ രാമായണങ്ങളിലൊക്കെ ഈ ഭാഗം പറഞ്ഞത് കണ്ടു കഴിഞ്ഞു. ഇനി സീതാന്വേഷണം, അതിനുള്ള ഒരുക്കങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ വാൽമീകി രാമായണം മുതൽക്കുള്ളതിൽ നിന്ന് എങ്ങനെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് നോക്കാം. അടുത്ത പ്രഭാഷണത്തിൽ അത് പറയാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.